നീരാളിയെപ്പോലെയാണ് ട്രംപ്. പിടിമുറുക്കിയാൽ പിന്നെ രക്ഷയില്ല. വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയും. സമനില തെറ്റിയതുപോലെ പെരുമാറും. ഇതൊക്കെയാണ് ട്രംപ്. ട്രംപിൻ്റെ മാനസിക നില പരിശോധിക്കണമെന്ന് പോലും ആദ്യ ഊഴത്തിൽ മാനസിക രോഗ വിദഗ്ധർ ആവശ്യപ്പെട്ടിരുന്നു. ട്രംപ് എന്ന ഭൂകമ്പമാണ് ഇപ്പോൾ ലോകത്തെ പിടിച്ചു കുലുക്കുന്നത്. ആ ചലനത്തിൽ ആരും സുരക്ഷിതരല്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പോലും. ട്രംപിൻ്റെ ആദ്യ ടേമിൽ അവർക്കിടയിൽ വലിയ സൗഹൃദമുണ്ടായിരുന്നു. ട്രംപ് US എംബസി ടെലവീവിൽ നിന്ന് ജെറുസലേമിലേക്ക് മാറ്റി. വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി കുടിയേറ്റങ്ങളെ അദ്ദേഹം പ്രതിരോധിച്ചു. ഗോലാൻ ഹൈറ്റ്സിന് മേലുള്ള ഇസ്രായേലിൻ്റെ അവകാശങ്ങൾ അദ്ദേഹം അംഗീകരിച്ചു. പ്രത്യുപകാരമായി നെതന്യാഹു അദ്ദേഹത്തെ പ്രശംസിച്ചു. ഒരു അധിനിവേശ മേഖലയ്ക്ക് അദ്ദേഹം ഡൊണാൾഡ് ട്രംപിൻ്റെ പേരിട്ടു. അതിനെ ട്രംപ് ഹൈറ്റ്സ് എന്ന് വിളിച്ചു. എന്നാൽ ഈ മധുവിധു കാലം അവസാനിക്കുകയാണോ? ഈ ചോദ്യം ഉയർത്തുന്നതിന് കാരണം ഒരു വീഡിയോ ആണ്. ഇത് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ റീപോസ്റ്റ് ചെയ്തതാണ്. ഈ വീഡിയോയിൽ അമേരിക്കൻ പ്രൊഫസർ ജെഫ്രി സാക്സും ഉൾപ്പെടുന്നു. ട്രംപിൻ്റെ അനുയായിയായ ടക്കർ കാൾസനും സാക്സും തമ്മിലുള്ള അഭിമുഖമാണത്. സിറിയയിലും ഇറാഖിലും അമേരിക്കയുടെ ഇടപെടലിനെക്കുറിച്ച് പ്രൊഫസർ സാക്സ് സംസാരിക്കുന്നു. പശ്ചിമേഷ്യയിലെ അനന്തമായ യുദ്ധങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തുകയാണ് അദ്ദേഹം. ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു ഭ്രാന്തൻ എന്നാണ് സാക്സ് അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം ട്രംപ് ഈ വീഡിയോ പങ്കിട്ടതാണ്. എന്തുകൊണ്ടെന്നതാണ് ചോദ്യം. ഈ വിലയിരുത്തലിനോട് ട്രംപ് യോജിക്കുന്നുണ്ടോ? അദ്ദേഹം യോജിക്കുന്നുണ്ടെങ്കിൽ അതൊരു U-ടേൺ ആണ്. കാരണം ട്രംപ് കഴിഞ്ഞ മാസമാണ് ഒടുവിൽ നെതന്യാഹുവിനോട് സംസാരിച്ചത്. അതൊരു ഊഷ്മളമായ സൗഹൃദ സംഭാഷണമായിരുന്നുവെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ഈ ആഴ്ച ട്രംപ് ഹമാസിനെ ഭീഷണിപ്പെടുത്തി. താൻ ചുമതലയേൽക്കുന്നതിന് മുമ്പ് ഇസ്രായേലി ബന്ദികളെ തിരികെ നൽകണമെന്നാണ് അദ്ദേഹം ഹമാസിനോട് ആവശ്യപ്പെട്ടത്. അല്ലെങ്കിൽ എല്ലാ നരകവും അഴിച്ചുവിടും, അതായിരുന്നു അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ. ഇപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ എന്താണ് മാറിമറിഞ്ഞത്? ഈ വീഡിയോയ്ക്കൊപ്പം നീണ്ട അടിക്കുറിപ്പുണ്ട്. ബരാക് ഒബാമ സിറിയയിൽ എങ്ങനെ ഇടപെട്ടു എന്നതിനെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. CIA ബഷർ അൽ അസദിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് എങ്ങനെയെന്നും പറയുന്നു. പക്ഷേ അടിക്കുറിപ്പിൽ നെതന്യാഹുവിനെയോ ഇസ്രായേലിനെയോ പരാമർശിക്കുന്നില്ല. അതിനാൽ ട്രംപ് അടിക്കുറിപ്പ് മാത്രം വായിച്ചിരിക്കാനേ സാധ്യതയുള്ളൂ എന്ന് വേണം കരുതാൻ. അഭിമുഖം മുഴുവൻ കേൾക്കാതെ അദ്ദേഹം അത് പങ്കിട്ടു എന്ന് വേണം കരുതാൻ. ഇല്ല, അങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയുമില്ല. എന്തായാലും വീഡിയോ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. ഈ മാസം ട്രംപിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ നെതന്യാഹു പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം പിന്മാറിയതായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ട്രംപിൻ്റെ വീഡിയോ പോസ്റ്റിനെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ അത് വന്ന സമയം തീർച്ചയായിട്ടും സംശയാസ്പദമാണ്.